ഈ വാർത്ത ഇന്ന് പൊളിറ്റിക്കൽ ബ്രേക്കിംഗ് ആയി പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിച്ചത് SS ശരണാണ്. ശരണിലേക്ക് നമ്മൾ പോവുകയാണ്. ശരൺ പുറത്തു കൊണ്ടുവന്ന വാർത്ത ശരിവെക്കുകയാണ് സാബു എം ജേക്കബ്. തനിക്കെതിരെ ഇത്തരത്തിൽ നിയമലംഘനത്തിന്, ഫെമ ചട്ട ലംഘനത്തിന് കേസുണ്ട്, ഇത്തരത്തിൽ നിയമ നടപടി മുന്നോട്ട് പോവുകയാണ് എന്ന് സാബു എം ജേക്കബ് പറയുന്നുണ്ട്. പക്ഷേ അതിലെ വസ്തുതകൾ നിരത്താതെ തന്റെ ഭാഗത്തെ ശരികൾ എന്തൊക്കെയാണ് എന്ന് പൊതുമധ്യത്തിൽ നിരത്തുന്നതിന് പകരം കൂടുതൽ സമയവും ഇന്ന് ചിലവഴിച്ചത് ഈ വാർത്ത പുറത്തു കൊണ്ടുവന്ന റിപ്പോർട്ടറിനെ അധിക്ഷേപിക്കുവാൻ വേണ്ടി മാത്രമാണ്. ഇനിയിപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ മാത്രം 1 മിനിറ്റിൽ താഴെ സമയമെടുത്ത് വിശദീകരിച്ചിട്ടുണ്ട് സാബു എം ജേക്കബ്. എന്താണ് അദ്ദേഹം ഇന്നിപ്പോൾ പറഞ്ഞത് ഈ വാർത്തയുമായി ബന്ധപ്പെട്ട്, ഒപ്പം അദ്ദേഹം നേരിടുന്ന ഈ നിയമലംഘനവുമായി ബന്ധപ്പെട്ട്? ആര്യ, ഈ വാർത്താ സമ്മേളനത്തിന്റെ തുടക്കത്തിൽ തന്നെ അദ്ദേഹം ഇത് സ്ഥിരീകരിക്കുമെന്നുള്ളത് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നില്ല. ഉരുണ്ട് കളിക്കുമെന്നുള്ളതാണ് നമ്മൾ വിചാരിച്ചിരുന്നത്. പക്ഷേ അദ്ദേഹം തുടക്കത്തിൽ തന്നെ അത് സ്ഥിരീകരിക്കുന്നുണ്ടെന്നുള്ളതാണ്. ഇന്നലെ നമ്മൾ ഈ വാർത്ത, അതായത് ഇന്നലെ വൈകിട്ടാണ് നമ്മൾ ഈ വാർത്ത കൊടുക്കാൻ തീരുമാനമെടുക്കുന്നത്, ഇന്ന് രാവിലത്തേക്ക് കൊടുക്കാൻ തീരുമാനമെടുക്കുന്നത്. അപ്പോൾ ഇന്നലെ വൈകിട്ട് തന്നെ അദ്ദേഹത്തിനോട്, അതായത് വാർത്ത കൊടുക്കുന്നതിന് മുമ്പ് സ്വാഭാവികമായിട്ട് നമ്മൾ റെസ്പോൺസ് തേടാറുണ്ട്. അതിന്റെ ഭാഗമായിട്ട് അദ്ദേഹത്തെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിളിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞത് തനിക്കിതിനെക്കുറിച്ച് അറിയില്ല എന്നുള്ളതാണ്. അത്തരത്തിലൊരു നോട്ടീസ് ഇല്ല എന്ന രീതിയിലാണ് സംസാരിച്ചിരുന്നത്. ഇന്ന് അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് തനിക്ക് നോട്ടീസ് കിട്ടിയിട്ടുണ്ടായിരുന്നു, മെയ് മാസത്തിൽ EDയുടെ നോട്ടീസ് വന്നിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ തന്നെ ഇത് കൃത്യമായി, അതായത് നമ്മൾ കൊടുത്തിരുന്ന വാർത്തയും അതുതന്നെയായിരുന്നു, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നോട്ടീസ് സാബു എം ജേക്കബിന് ലഭിച്ചിട്ടുണ്ട്. അത് സാബു എം ജേക്കബ് എന്ന പേരിൽ തന്നെയാണ് ആ നോട്ടീസ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത്. അത് തന്നെയാണ് അദ്ദേഹം കൈപ്പറ്റുകയും ചെയ്തിരിക്കുന്നത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അതായത് നമ്മുടെ പ്രതിനിധി, വാർത്താ സമ്മേളനത്തിലുള്ള പ്രതിനിധി അർജുൻ മട്ടന്നൂർ പല തവണയായിട്ട് എടുത്തു ചോദിച്ചിരുന്ന ഒരു കാര്യമാണ്, ഒരു കേസ് ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അതായത് സാധാരണഗതിയിൽ നമുക്കറിയാം, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ സംബന്ധിച്ച് അവർക്ക് ഒരു കേസ് രജിസ്റ്റർ ചെയ്താൽ മാത്രമേ, ഒരു ഫെമ കേസ് രജിസ്റ്റർ ചെയ്താൽ മാത്രമേ സമൻസ് അയക്കാനുള്ള നടപടികളിലേക്ക് കടക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ഇങ്ങനെ വന്നിരിക്കുന്ന സമൻസ് അത് കേസിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്, ആ കൃത്യമായ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നമ്മൾ വാർത്ത നൽകുകയും ചെയ്തത്. എന്നാൽ കേസിന്റെ കാര്യം ചോദിക്കുമ്പോൾ അദ്ദേഹം ഉരുണ്ട് കളിച്ചുകൊണ്ട് ഇപ്പോഴും അങ്ങനെ തന്നെ തുടരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഇങ്ങനെ നോട്ടീസ് കിട്ടിയിട്ടുണ്ട്, അത് മെയ് മാസത്തിലാണ് കിട്ടിയിരിക്കുന്നതെന്ന് പറയുന്നതിനപ്പുറം ആ കേസിന്റെ കാര്യത്തിൽ ഒരു കൃത്യമായ മറുപടി അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല. എന്തായാലും അദ്ദേഹത്തിന് അറിയാത്ത കാര്യമല്ല, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഒരു ഫെമ കേസ് രജിസ്റ്റർ ചെയ്താൽ മാത്രമേ സമൻസ് അയക്കുള്ളൂ എന്നുള്ള യാഥാർത്ഥ്യം അദ്ദേഹം മറച്ചു വയ്ക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും ഈ മെയിൽ ഈ നോട്ടീസ് കിട്ടുന്നു, അതിനപ്പുറം 2 നോട്ടീസുകൾ കൂടി അദ്ദേഹത്തിന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇഷ്യൂ ചെയ്തിരുന്നതാണ്. അത് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലാണ്. അത് സംബന്ധിച്ചുള്ള നോട്ടീസ്, അതായത് ആദ്യ നോട്ടീസ് ഇദ്ദേഹം കൈപ്പറ്റിയതിനു ശേഷം അദ്ദേഹം ചെയ്തിരുന്നത് ചാർട്ടേഡ് അക്കൗണ്ടിനെ, സ്വന്തമായി പോകാതെ ചാർട്ടേഡ് അക്കൗണ്ടിനെ കൊച്ചി ഓഫീസിൽ, EDയുടെ കൊച്ചി ഓഫീസിലേക്ക് വിടുക എന്നുള്ളായിരുന്നു. അതിനുശേഷം അവിടെ പോയി വിശദീകരിക്കാൻ അദ്ദേഹത്തിന് നിർദ്ദേശം നൽകിയിരുന്നു. അപ്പോൾ ചാർട്ടേഡ് അക്കൗണ്ടിന് വന്നപ്പോൾ തന്നെ ED പറഞ്ഞിരുന്നത് നിങ്ങളല്ല, സാബു എം ജേക്കബാണ് നേരിട്ട് ചോദ്യം ചെയ്യലിന് ഹാജരാകേണ്ടത് എന്നുള്ളത് പറഞ്ഞിരുന്നതാണ്. അതിനുശേഷം 2ാമത്തെ സമൻസ് അയക്കുമ്പോഴും 3ാമത്തെ സമൻസ് അയക്കുമ്പോഴും സാബു എം ജേക്കബ് നേരിട്ട് ഹാജരാകണമെന്നുള്ള നിർദ്ദേശമാണ് ED നൽകിയിരുന്നത്. പക്ഷേ അതിനോട് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഒരു റെസ്പോൺസും ഉണ്ടായില്ല, അദ്ദേഹം ഹാജരാകുകയും ചെയ്തില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ ഈ രേഖകൾ, അതായത് അദ്ദേഹം പറയുന്നത് ED ചോദിച്ച എല്ലാ രേഖകളും താൻ ഹാജരാക്കിയിരുന്നു എന്നുള്ളതാണ്. പക്ഷേ അത്തരത്തിൽ രേഖകൾ ഹാജരാക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെ പൂർണ്ണമായും ആ രേഖകൾ ഹാജരാക്കണമെന്ന് നിർദ്ദേശിച്ചുകൊണ്ടാണ് ഈ നോട്ടീസ് പോവുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇതിൽ പ്രധാനപ്പെട്ട കാര്യം നമ്മൾ രാവിലെ തന്നെ കൃത്യമായി പറഞ്ഞിരുന്നതാണ്, ED നോട്ടീസ്, അതിനുശേഷമുള്ള തുടർ നടപടികൾ, അതിൽ ഭയം പൂണ്ടാണ് അദ്ദേഹം ഇത്തരത്തിൽ NDAയിലേക്ക് പോയെന്നുള്ള കാര്യം പറഞ്ഞു. അതുകൂടി ശരിവയ്ക്കുന്ന ഒന്നായി ഇന്ന് അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനം മാറുന്നു എന്നുള്ളതാണ്. എന്തായാലും നമുക്കറിയാം, സാധാരണഗതിയിൽ ഫെമ കേസ് രജിസ്റ്റർ ചെയ്ത് സമൻസ് അയച്ച് തൃപ്തികരമായൊരു മറുപടി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അടുത്ത നടപടി എന്ന് പറയുന്നത് പെനാൽറ്റി ഈടാക്കാനുള്ള നടപടികളിൽ കടക്കുക എന്നുള്ളതാണ്. ഫെമ കേസിൽ അത്ര വേഗത്തിൽ അറസ്റ്റിലേക്ക് പോകില്ല. അതായത് ഫെമ കേസിൽ അറസ്റ്റ് ചെയ്യാനുള്ള അധികാരം EDക്കുണ്ടെങ്കിൽ പോലും വളരെ അപൂർവമായിട്ട് മാത്രമേ അറസ്റ്റിലേക്ക് കടക്കാറുള്ളൂ. PMLA കേസിലാണ് കൂടുതൽ നമ്മൾ അറസ്റ്റ് കണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഫെമ കേസിൽ ഇത്തരത്തിൽ ലംഘനം കണ്ടെത്തുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അടുത്ത നടപടി എന്ന് പറയുന്നത് പെനാൽറ്റിയാണ്. അത് 100 കോടിയുടെ തിരിമറി ഇവിടെ നടന്നിട്ടുണ്ടെങ്കിൽ 500 കോടിയാണ് പിഴയായി ഈടാക്കാൻ പോകുന്നത്. ഇതടക്കമുള്ള എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിന് അറിയാവുന്നതാണ്. തീർച്ചയായും SS ശരണാണ് വിശദാംശങ്ങളുമായി ചേർന്നത്.